നമസ്കാരം. ലൈംഗികാരോപണത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾക്ക് നിശബ്ദതയില്ല. പാർട്ടി നടപടി തുടരുകയാണെങ്കിലും പുതിയ വിവരങ്ങൾ പ്രകാരം വിവാദങ്ങളെല്ലാം മറക്കുമ്പോൾ സജീവമാകാൻ ഇപ്പോഴേ അനുയായികളെ ഉറപ്പിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് മാങ്കൂട്ടത്തിൽ. ഇതിന് KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുടെ വലിയ പിന്തുണയാണ് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് വാങ്ങി നൽകി തനിക്കൊപ്പം നിർത്തുവാനാണ് നീക്കം. അത് പാലക്കാട് മാത്രമല്ല, തന്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലും സജീവമായി നടത്തുന്നുണ്ട്. പാർട്ടി നടപടി തുടരുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സംഘടനയുടെ അകത്തളങ്ങളിൽ ചർച്ചയാകുന്നുവെന്നും മാങ്കൂട്ടത്തിന്റെ സസ്പെൻഡിന് ശേഷം തന്നെ ശക്തി വളർത്തുവാനുള്ള തന്ത്രത്തിലാണെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. MLA എന്ന നിലയിൽ പാലക്കാട് ശിങ്കിടികൾക്ക് സീറ്റ് സംഘടിപ്പിച്ചു നൽകുവാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ അതല്ല സ്ഥിതി. DCCയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര സ്വീകാര്യതയില്ല, പിന്തുണയ്ക്കുന്നവരും കുറവാണ്. അവിടെയാണ് രാഹുലിന്റെ രക്ഷകനായി PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അവതരിക്കുന്നത്. ഇതിനായി പല സീറ്റുകളിലും തർക്കം ഉയർത്തുമ്പോഴും തീരുമാനം KPCCക്ക് മുന്നിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എത്തിയാൽ എല്ലാം വിഷ്ണുനാഥും ഷാഫിയും ചേർന്ന് സെറ്റാക്കുകയും ചെയ്യും. രാഹുലിന്റെ ഇടപെടൽ പത്തനംതിട്ട കോൺഗ്രസിലെ കാര്യങ്ങൾ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് നീങ്ങുന്നത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ റാന്നി അങ്ങാടി ഡിവിഷനിലേക്ക് ആരോൺ ബിജ്ലി പനബേലിന്റെ പേരാണ് മണ്ഡലം കമ്മിറ്റികൾ ശുപാർശ ചെയ്തത്. എന്നാൽ A ഗ്രൂപ്പിലുള്ളവരെ ഉപയോഗിച്ച് ഇത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സംജി ഇടമുറിക്കായി വെട്ടാനുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. ഇത്തരത്തിൽ അടൂർ പഞ്ചായത്തിലടക്കം ശിങ്കിടികൾക്ക് സീറ്റ് ഉറപ്പാക്കി കഴിഞ്ഞു. A ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലാണ് ഇടപെടലുകൾ നടത്തുന്നതും. ജില്ലയിലെ A ഗ്രൂപ്പ് നേതാക്കൾ എല്ലാം രാഹുലിന്റെ ഈ നീക്കത്തിന് ഒപ്പം നിൽക്കുകയാണ്. ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും എല്ലാം A ഗ്രൂപ്പിനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള ശ്രമത്തിലാണ്. അത് പാർട്ടിക്ക് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് നടപ്പാക്കുകയാണ് എന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനമുണ്ട്. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പൊട്ടിത്തെറി ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. കോൺഗ്രസിന്റെ യോഗത്തിൽ രാഹുൽ പങ്കെടുത്തതൊക്കെ വലിയ ചർച്ചയായിരുന്നു. പാലക്കാട് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലായിരുന്നു രാഹുൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം നേതാക്കൾ പങ്കെടുക്കുകയായിരുന്നു. രാഹുൽ കോൺഗ്രസിന്റെ അംഗമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഒക്കെ പറഞ്ഞതാണ്. എന്നാൽ ഷാഫി പറമ്പിലെ പിന്തുണയോടെ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിലെ രഹസ്യ യോഗങ്ങളിലൊക്കെയാണ് രാഹുൽ പങ്കെടുത്തത്. കണ്ണാടിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാഴ്ചപ്പറമ്പ് ക്ഷീര സഹകരണ സംഘത്തിന്റെ ഹാളിലായിരുന്നു ഈ യോഗം. എന്നാൽ യോഗത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നിഷേധിക്കുകയായിരുന്നു. താൻ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും പരിചയമുള്ള ആളുകളെ കാണുക മാത്രമാണ് ചെയ്തതെന്നുമാണ് രാഹുലിന്റെ പ്രതികരണം. സസ്പെൻഷനിലായി കഴിഞ്ഞാൽ ഞാൻ വേറെ പാർട്ടിയാണോ? യോഗം നടന്നാലല്ലേ മറുപടി പറയാൻ പറ്റൂ. നടക്കാത്ത യോഗത്തെപ്പറ്റി എങ്ങനെ മറുപടി പറയാൻ സാധിക്കും? യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പങ്കെടുത്തു എന്ന് പറയും. കൈ ചിഹ്നത്തിൽ ജയിച്ച MLA ആണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണമെന്ന് താല്പര്യമുള്ളയാളാണ്. അതിനുവേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തും. പാലക്കാട് എന്നല്ല, ഏത് സ്ഥലത്ത് വെച്ചും നല്ല UDFകാരെ കണ്ടാൽ എന്തായി തെരഞ്ഞെടുപ്പ് എന്ന് ചോദിക്കും, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാൻ തനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും താൻ ചെയ്യുമെന്നും രാഹുൽ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ രഹസ്യ യോഗമായിരുന്നു നടന്നതെന്നാണ് റിപ്പോർട്ട്. കണ്ണാടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയായത്. സസ്പെൻഷനുള്ള രാഹുൽ പാർട്ടി യോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നായിരുന്നു നേതൃത്വം അറിയിച്ചിരുന്നത്. ഇതുവരെ രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസ് പിൻവലിച്ചിട്ടില്ല. ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ രാഹുൽ പങ്കെടുത്തതായുള്ള വാർത്തകളും പുറത്തു വന്നത്. ലൈംഗികാരോപണത്തിന് പിന്നാലെ ദിവസങ്ങളോളം പുറത്തിറങ്ങാതിരുന്ന രാഹുൽ ഇപ്പോൾ മണ്ഡലത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. സസ്പെൻഷനിൽ ഇരിക്കുമ്പോഴും കോൺഗ്രസ് യോഗങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും സജീവമാണ്. രാഹുൽ നടന്നത് യോഗമല്ല, ചെറിയൊരു കൂടിയിരിക്കൽ മാത്രമാണെന്നാണ് രാഹുലിന്റെ വാദം. രാഷ്ട്രീയം ചർച്ച ചെയ്തെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യും. തനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഏതെങ്കിലും സ്ഥാനാർത്ഥി പറഞ്ഞാൽ അവിടെ ഒരു വീട് പോലും ഒഴിയാതെ വീട് കയറുമെന്നും രാഹുൽ പറഞ്ഞിട്ടുണ്ട്. കണ്ണാടിയിൽ യോഗം ചേർന്നിട്ടില്ലെന്നാണ് അറിവെന്നും പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പ്രതികരിച്ചിരുന്നു. ഔദ്യോഗികമായി യോഗമുണ്ടായിരുന്നില്ല. അതുവഴി പോയപ്പോൾ രാഹുൽ ഓഫീസിൽ കയറിയതാണ്. പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്കാണ് രാഹുൽ പോയത്. രാഹുലിനെ ആരും വിളിച്ചിട്ടില്ല. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്ന കാര്യത്തിൽ KPCC മറുപടി പറയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.
ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും പരിപാടികളിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തണമെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭയിൽ പോലും പ്രത്യേക ബ്ലോക്കായാണ് രാഹുൽ ഇരിക്കുന്നത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആനുകൂല്യത്തിൽ കോൺഗ്രസിനുള്ളിൽ സജീവമാകാനുള്ള ശ്രമമാണ് രാഹുൽ നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ത് പ്രതികരിക്കുമെന്നുള്ളതും ആകാംക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് BJP പ്രവർത്തകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്ത് വന്നു. ആത്മഹത്യയിൽ അന്വേഷണം നടക്കണമെന്നും സംഭവത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ശബരിനാഥിന് വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു തരൂരിന്റെ പ്രതികരണം. എന്നാൽ ആത്മഹത്യക്കുറിപ്പിലെ മാഫിയ ബന്ധ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് തരൂർ വ്യക്തമായി പ്രതികരിച്ചില്ല. ഒരു മനുഷ്യൻ മരിച്ചിട്ട് 24 മണിക്കൂർ ആയില്ലെന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുമായിരുന്നു മാധ്യമങ്ങളോടുള്ള തരൂരിന്റെ പ്രതികരണം. മാഫിയ ബന്ധമുണ്ടെങ്കിൽ BJP പരിശോധിക്കട്ടെ എന്നും തരൂർ പറഞ്ഞു. BJPയിൽ കൂട്ട ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പ്രതികരിച്ചു. ഇത് ഗൗരവമുള്ള വിഷയമാണ്. പരാതി പറയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. BJP വികാരമായി കണ്ടവരെ പുറത്തുവിടുകയാണ്. തിരുവനന്തപുരത്ത് BJP 20 സീറ്റ് പോലും നേടില്ല. സംസ്ഥാനത്ത് പരാതി പറയാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണെന്നും K മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് സീറ്റ് നിഷേധിച്ചതിൽ മറന്നുകൊണ്ട് RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലായിരുന്നു ഇത്തരത്തിൽ മുരളീധരന്റെ പ്രതികരണം. മുട്ടടയിലെ വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട നിയമപരമായി നീങ്ങും. മുട്ടടയാണ് കേരളത്തിലെ പ്രധാന പ്രചാരണ വിഷയം. കോൺഗ്രസ് നിയമപരമായി നീങ്ങിത്തുടങ്ങി. പറയതർക്ക് വോട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്ക് വോട്ടില്ല. മരിച്ചവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചാൽ പോലും CPM നിലം തൊടില്ല. മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടി വന്നാൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾക്ക് പഞ്ഞമില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. ഇതിനിടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് വീണ്ടും ആത്മഹത്യാ ശ്രമം നടന്നിരിക്കുകയാണ്. BJP പ്രവർത്തകയായ നെടുമങ്ങാട് സ്വദേശിനി 32-കാരിയായ ശാലിനിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞുവെന്ന് പരാതിപ്പെട്ട് BJP RSS പ്രവർത്തകൻ ആനന്ദ് K തമ്പി ജീവനൊടുക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ BJP പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു ആത്മഹത്യാ ശ്രമം നടന്നിരിക്കുന്നത്. നെടുമങ്ങാട് പനിക്കോട്ട്ല വാർഡിൽ ശാലിനി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. BJPയുടെ സജീവ പ്രവർത്തകയാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്നാരോപിച്ചാണ് ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശാലിനി അപകടനില തരണം ചെയ്തു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ ശാലിനിയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനിരിക്കുകയായിരുന്നു. ഇതിൽ മറന്നതാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമമെന്നാണ് വിവരം.